ഹലോ ഗൈസ്, എന്താ ഇവിടെ ഇപ്പൊ നടക്കുന്നേ? ഇവിടെ പെയിന്റ് അടിയാ നടക്കുന്നേ. ഒരു കുറവും വരുത്തണ്ട, ജിനിക്കാക്കനെ പുട്ടിട്ട് സുന്ദരനാക്കി. ഇനി വേഗം തീർക്കാനും പണിക്കാർക്ക് എളുപ്പകരമാവാനും വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാരും കൂടെ കുത്തിയിട്ട് പെയിന്റ് അടിച്ചു. ലാസ്റ്റ് പെയിന്റ് അടിയൊക്കെ കഴിഞ്ഞ് പരിപാടിന്റെ തലേന്ന് പണിക്കാർ വന്നപ്പോ ഒരു നെഞ്ചത്തടിച്ചിട്ട് പറയാ, എന്റെ ആറ്റുകാൽ ഭാസ്കര, ഒരു പറയും ഇങ്ങനെ അടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലേന്നു. പിന്നെ പണിക്കാർ വേറെ ആരുന്നല്ല, നമ്മളെ കകമാരൻ. അതിനെ കൊണ്ട് കാല് വഴി നിലത്തടിച്ചില്ല. ഞാൻ കുറെ ഓളം ഒക്കത്ത് വെച്ചായിരുന്നു, ഇനി ഓളം ഒക്കത്തൊക്കെ പരീക്ഷന്റെ തലേന്ന് കുത്തിയിരുന്ന് പഠിക്കുന്ന മാതിരിയായിരുന്നു തലേന്നുള്ള പണികൾ. ഇതൊന്നുമല്ല വലുത്, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു വിശപ്പ് വരാണ്ട് വാപ്പ. കേട്ടിക്കില്ലേ, വിശന്നാൽ നിങ്ങൾ നിങ്ങളല്ലാതാവും. അതുകൊണ്ട് വിശപ്പൊന്നും വെച്ചു തിന്നിക്കില്ല, നേരെ കൊണ്ട് വിട്ട്. ആദ്യം വിശപ്പ് കൺട്രോൾ ചെയ്യുന്ന ഒരു മധുരവും, മധുരം കൺട്രോൾ ചെയ്യുന്ന ഒരു എരിവും കൂട്ടി. എന്തേലും മനസ്സിലാവില്ല, മനസ്സിലാവൂല, അതവിടെ കിടക്കട്ടെ. ഓരോരുത്തരും വന്ന് പാലൊക്കെ ഇളക്കിക്ക്, പക്ഷെ പാല് തൂക്കുമ്പോൾ പറയാൻ ഞാൻ മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. ഇനിയാണ് ഈ ഒരു ചെമ്പൊന്ന് പൊട്ടിക്കാൻ ഞാൻ എത്രത്തോളം കാത്തിരുന്ന മുമ്പത്തെ തങ്ങളെ. ബിരിയാണി ഡൺ ബൈ സഹദ്. സഹദിന്റെ ബിരിയാണിയെ കുറിച്ച് അറിയാത്ത കൊയിലായിട്ട് ആരുമില്ല. പക്ഷെ എല്ലായിടത്തും ഈ അച്ചോടിന്റെ കയ്യെത്തണെന്ന് വെച്ചാൽ ഈ തൈര് വരെ വിളമ്പിയത് ഞാനാ. അപ്പൊ ബിരിയാണി തിന്ന് നാവിനെ റെസ്റ്റ് എടുത്തേക്ക്. അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ.